ഹൈന്ദവ വിശ്വാസികൾ പുണ്യവും ഐശ്വര്യവുമായി കരുതുന്ന പൂങ്കാനൂർ പശുക്കിടാവ് കേരളത്തിലെത്തി. തിരുവല്ല മഹാലക്ഷ്മി സിൽക്സ് ഉടമ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കുന്നന്താനത്ത് കന്നുകാലി ഫാമിലാണ് പൂങ്കാനൂർ പശു എത്തിയത്. ഏഷ്യയിലെ തന്നെ 100-ലധികം അപൂർവ ഇനത്തിൽപ്പെട്ട പശുക്കളും ഈ ഫാമിലുണ്ട്. കലർപ്പില്ലാത്ത നാടൻ പച്ചക്കറി വളർത്താൻ നാടൻ പശു ഇനങ്ങളുടെ ചാണകം വളമാക്കുന്ന കൃഷിരീതിയാണ് കുന്നന്താനത്ത് തിരുവല്ല മഹാലക്ഷ്മി സിൽക്സ് ഉടമ ടി.കെ. വിനോദ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വിശാലമായ കന്നുകാലി ഫാമിൽ നടക്കുന്നത്. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത ആദ്യ പയർവിത്തുകൾ പാകി ഫാമിൽ ഇതിന് തുടക്കം കുറിച്ചു. ഇന്ത്യയിൽ തന്നെ അപൂർവമായി കാണപ്പെടുന്ന പൂങ്കാനൂർ പശു ഉൾപ്പെടെയുള്ള നിരവധി പശുക്കളുടെ ഇനങ്ങളാണ് ഈ ഫാമിലുള്ളത്. അപൂർവ ഇനം പശുക്കളെ വളർത്തുന്ന ഫാമിനെ കുറിച്ച് കേട്ടറിഞ്ഞാണ് വലിയ മെത്രാപ്പൊലീത്തയും സിനിമാ നടൻ കൃഷ്ണപ്രസാദും ചലച്ചിത്ര സംവിധായകൻ എം.എ. പത്മകുമാർ തുടങ്ങിയവർ അതിഥികളായി ഫാമിലെത്തിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തനതിനം പശുക്കളുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗോശാലയാണ് വിനോദ് കുമാർ കുന്നന്താനത്ത് നടത്തുന്നത്. ഭാവി തലമുറയ്ക്ക് വഴികാട്ടിയാകുകയെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ നാടൻ പശുവും ജൈവ കൃഷിയും ഇതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും? ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെയുള്ള നമ്മുടെ പൈതൃകമായ പല കാർഷിക സംവിധാനങ്ങളും നമ്മുടെ പൈതൃകമായ ജൈവിക സമ്പത്തും ഒക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു വഴികാട്ടിയായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അതുമൂലം പുതിയ തലമുറയ്ക്ക് ഈ രോഗാതുരമായ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സാമൂഹിക സിറ്റുവേഷൻ പശ്ചാത്തലം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഫാമിലെ പശുക്കൾക്ക് തികച്ചും സ്വാഭാവികമായ രീതിയിലുള്ള ആഹാരക്രമമാണ് നൽകുന്നത്. ഫാമിലെ പശുക്കളുടെ ചാണകം പൊടിയാക്കാനുള്ള ആധുനിക യന്ത്ര സംവിധാനം 15 ലക്ഷം രൂപ ചെലവിൽ ഇവിടെ സ്ഥാപിക്കാനും വിനോദ് കുമാർ ലക്ഷ്യമിടുന്നുണ്ട്. അപൂർവ ഇനത്തിൽപ്പെട്ട 112 പശുക്കളാണ് വിനോദ് കുമാറിന്റെ ഗോശാലയിലുള്ളത്. ഏറ്റവും പുതിയ അതിഥിയായാണ് പൂങ്കാനൂർ പശു എത്തിയിരിക്കുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിലെ പൂജകൾക്കും പൂങ്കാനൂർ പശുവിന്റെ പാലാണ് ഉപയോഗിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.